എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈബിളിലെ ഒരു വചനം പ്രത്യേകം നാം ധ്യാനിക്കുന്നത് നല്ലതാണ്. യോഹന്നാന്റെ സുവിശേഷം 8:32. പുത്രനായ യേശു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ ശരിക്കും സ്വതന്ത്രരായിരിക്കും. ക്രിസ്തുവിന് നമ്മെ സ്വതന്ത്രരാക്കാനായിട്ട് പറ്റും. നമ്മുടെ വ്യക്തിപരമായ പാപത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കാൻ പറ്റും. ദുശീലങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പൂർവിക പാപങ്ങളിൽ നിന്ന് നമുക്ക് മോചനം തരാനായിട്ട് പറ്റും. അന്ധവിശ്വാസങ്ങൾ വഴിയുള്ള ഭയത്തിൽ നിന്ന് നമ്മെ ക്രിസ്തുവിനെ വിടുവിക്കാനായിട്ട് പറ്റും. മന്ത്രവാദം, കൂടോത്രം, ആഭിചാരം തുടങ്ങി നമ്മുടെ മനസ്സിൽ കയറിയിരിക്കുന്ന എല്ലാ ഭയങ്ങളിൽ നിന്നും ക്രിസ്തു നമ്മെ വിടുവിക്കാൻ പറ്റും. പല ആളുകളെ ശല്യപ്പെടുത്തുന്ന മറ്റൊരു ചിന്തയാണ് വാസ്തു തുടങ്ങിയ കാര്യങ്ങൾ. എല്ലാവിധ ഭയത്തിൽ നിന്നും യേശു നമ്മെ വിടുവിക്കും. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ ശരിക്കും സ്വതന്ത്രരായിരിക്കും. ഈ വചനത്തോട് ചേർത്ത് നമുക്ക് ധ്യാനിക്കാവുന്ന മറ്റൊരു വചനമാണ് റോമ 8:1. ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. മന്ത്രവാദത്തിൻ്റെ ശിക്ഷാവിധിയില്ല, കൂടോത്രത്തിൻ്റെ ശിക്ഷാവിധിയില്ല, പൂർവിക പാപങ്ങളുടെ ശിക്ഷാവിധിയില്ല, വാസ്തു തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധിയില്ല. പക്ഷേ അവിടെ ഒരു കാര്യം വളരെ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. ക്രിസ്തുവിലായിരിക്കുന്ന വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ക്രിസ്തുവിലാകാനായിട്ട് പറ്റുക? ക്രിസ്തുവിലാകാൻ പറ്റുന്നത് ആ വ്യക്തി പുതിയ നിയമം അനുസരിച്ച്, യേശു ക്രിസ്തുവിൻ്റെ പഠനമനുസരിച്ച് പാപങ്ങൾ ഉപേക്ഷിച്ച് ജീവിക്കുമ്പോഴാണ് ക്രിസ്തുവിലായിത്തീരുക. ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ ക്ഷമ, ദയ, നന്മ ഇവയെല്ലാം അയാൾ സ്വന്തമാക്കുന്നു. അതുപോലെ തന്നെ യേശു ക്രിസ്തു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പഠനം ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയും, ശക്തി പ്രാപിക്കും. ക്രിസ്തുവിലായിരിക്കുന്ന വ്യക്തിക്ക് ക്രിസ്തു തരുന്ന വളരെ പ്രധാനപ്പെട്ടൊരു സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നമുക്ക് പാപപേക്ഷ ജീവിക്കാനുള്ള കൃപ തരുന്നു. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഭയങ്ങളെല്ലാം എടുത്ത് കളയുന്നു. ഈ പരിശുദ്ധാത്മാവ് നമുക്ക് പുണ്യപ്രവൃത്തികൾ ചെയ്യാനായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഫലമുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നു. സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, നന്മ, ആത്മസംയമനം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉറച്ചു വിശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്, നാം ക്രിസ്തുവിലാണെങ്കിൽ നമുക്ക് ശിക്ഷാവിധിയില്ല. പുത്രനായ യേശു നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. യേശു എങ്ങനെയാണ് നമ്മളെ സ്വതന്ത്രരാക്കിയത്? യേശു നമ്മുടെ പാപങ്ങളെല്ലാം തൻ്റെ മേൽ ഏറ്റെടുത്ത് അതെല്ലാം യേശു ക്രിസ്തു കുരിശിലെ മരണം വഴി പരിഹാരം ചെയ്താണ് യേശു ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയത്. വെറുതെ നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് പറയുകയല്ല ചെയ്തത്. ക്രിസ്തു നമ്മുടെ പാപങ്ങളെല്ലാം തൻ്റെ മേൽ ഏറ്റെടുത്തു. എങ്ങനെയാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം സ്വീകരിക്കാനായിട്ട് പറ്റുന്നത്? വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നാം വിശ്വസിക്കുകയാണ്, യേശുക്രിസ്തു എനിക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചത്. യേശുക്രിസ്തുവിൻ്റെ പാപത്തിനെല്ലാം പരിഹാരം ചെയ്തു കഴിഞ്ഞു. എനിക്കിനി ഒരു വിശുദ്ധ ജീവിതം സാധ്യമാണ്. ഈ വിശ്വാസം വഴിയാണ് നാം കൃപയിലേക്ക് വരുന്നത്, രക്ഷയിലേക്ക് വരുന്നത്, നമുക്കൊരു പുതിയ സൃഷ്ടിയായി തീരാനായി സാധിക്കുന്നത്. ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. പുത്രനായ യേശു ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ക്രിസ്തുമതത്തിൻ്റെ ഏറ്റവും കാതലായൊരു പഠനമാണ് നാം ധ്യാന വിഷയമാക്കിയത്. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി.